ഇപ്പൊ ശരിക്കും ഒരു യുദ്ധത്തിന് ഇറങ്ങിയ പോലെ തോന്നുന്നുണ്ടോ? അല്ല, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് യുദ്ധമെന്ന് ആലങ്കാരികമായി പറയല്ലേ. യുദ്ധം ആയുധമെടുത്തുള്ള പോരാട്ടമാണ്. ഇത് ആയുധമെടുത്തുള്ള പോരാട്ടമല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ദയനീയ സ്ഥിതി ഞാൻ വെറുതെ പറയല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നിയമമുണ്ട്, പൗരത്വ നിയമം. നമ്മുടെ നാട്ടിൽ പൗരത്വ നിയമം നിങ്ങൾ നോക്ക്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വാമിമാരും അതുപോലെ എല്ലാം ഉണ്ടല്ലോ. എന്തിനും മാതാ അമൃതാനന്ദമയി നമ്മുടെ നാട്ടിൽ വളരെ പ്രമാദമായി ഒരുപാട് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നല്ലേ മാതാ അമൃതാനന്ദമയി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മാതാ അമൃതാനന്ദമയി അമ്മ അവരെത്ര മനുഷ്യരെ അവർ ദിവസം സ്വീകരിക്കുന്നത്. അവർ അവിടെ ഇരുന്നിട്ട് ഒരു മനുഷ്യനെ ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മയിൽ അവർ ചെയ്യുന്നത്. അവരാരെങ്കിലും ഈ വരുന്ന ആളുകൾ ഏത് സമുദായത്തിനും ചോദിക്കാറുണ്ടോ? ഒരിക്കലും ചോദിക്കാറില്ലല്ലോ. വരുന്ന മനുഷ്യർ ഭക്തിസാന്ദ്രമായി അവർ വരുന്നു. അവരുടെ മനസ്സിൽ അവരുടെ മനസ്സുള്ള വ്യാകുലതകൾ ഇറക്കി വെക്കുന്നത് അമ്മയുടെ മടിയിലാണ്. അതല്ലേ സ്ഥിതി. ഇതുപോലെ നമ്മുടെ നാട്ടിലെ ജീവിതം ഏത് മതമായിക്കോട്ടെ, മതം ഏതായാലും നിരക്കില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണ്. എന്നാൽ ഇവിടെ എന്താ ഉള്ളത്? നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പ്രധാനമായും പറയുന്നത് എന്താ? ഇന്ത്യ ഈസ് സെക്കുലർ സ്റ്റേറ്റ്. സെക്കുലർ സ്റ്റേറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ആരാധിക്കാം. അമ്പലത്തിൽ പോയിട്ട് ആരുണ്ട് തടസ്സം? നിങ്ങൾക്ക് ആരാധിക്കാൻ ചർച്ചയിൽ പോയിട്ട് ആരുണ്ട് തടസ്സം? നിങ്ങൾക്ക് പള്ളിയിൽ പോയി വാങ്ങി വിളിക്കാം. ആരാ തടസ്സം? ഒരു തടസ്സവുമില്ല. ഞാനിന്ന് അവിടെ പള്ളിയിൽ, ആ പള്ളിയിൽ കുരിശിൻ്റെ യാത്രയില്ലേ, ആ യാത്രയിൽ ഞാൻ പങ്കെടുത്ത് എനിക്ക് വാസ്തവം പറഞ്ഞാൽ മനസ്സിനകത്ത് അത് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞ പോലൊരു തോന്നലുണ്ടായി. കാരണം എന്താ പറയുക, യേശുദേവൻ ജീസസ് എന്ന് പറയുന്നത് ലോകത്തിലെ മനുഷ്യരുടെ ഒരു വലിയ വിഭാഗം ദൈവമായി സ്വീകരിക്കുന്നില്ല ജീസസ്. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്നത്തെ കുരിശിൽ തറച്ചാൽ നോക്കിയില്ലേ, അതൊക്കെ കേൾക്കുമ്പം എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് വിങ്ങലുണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചുകൊണ്ടാണ് അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി പോരാടിയത്. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അദ്ദേഹമായിരിക്കും. സ്വയം ജീവൻ വെടിഞ്ഞ രക്തസാക്ഷി. എന്തിനു വേണ്ടിയാ? പാവപ്പെട്ടവർക്ക് വേണ്ടിയാ. അങ്ങനെ എല്ലാ മതങ്ങളും അങ്ങനെയാണല്ലോ. ആ മതങ്ങളുള്ള നമ്മുടെ നാട്ടിൽ, എല്ലാ മതങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന നാട്ടിൽ വിവേകാനന്ദ പറഞ്ഞ മാതിരി ലോകോ സമസ്ത സുഖനോ ഭവന്തു എന്ന അതാ ഇന്ത്യയുടെ പഴയ പുരാണം. ആ നാട്ടിലെ നമ്മൾ ജീവിക്കുന്നത്. എന്തിനു വേണ്ടി ഈ മതത്തിലെ മനുഷ്യനെ മാറ്റുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ അസ്വസ്ഥമായ ഇന്ത്യയിൽ അസ്വസ്ഥതയോടെല്ലാം കണ്ടുകൊണ്ട് നമ്മളെപ്പോലൊരാൾക്ക് ജീവിക്കാൻ അസാധ്യമായിരിക്കും. അതുകൊണ്ടാണ് അതിനെതിരായ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരിക പ്രയോഗമാക്കാം. പക്ഷേ ഇവിടെ നീതിക്ക് വേണ്ടിയൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിലാണ് ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്.